ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മധുരമായിട്ടുള്ള പരിപ്പ് പായസം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പായസ പരിപ്പ് എടുത്തിട്ടുണ്ട്, അതായത് ചെറുപയർ പരിപ്പ്. അപ്പോൾ ഇത് കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും, പായസ പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ചെറിയ പരിപ്പാണിത്. അപ്പോൾ നമുക്കിത് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് കഴുകുന്നതിന് മുന്നാണ് വറുക്കുന്നത്, കാരണം കഴുകി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വറുത്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളിത് വറുത്ത് വന്നതിന് ശേഷം ചൂടാറിയതിന് ശേഷം കഴുകിയെടുക്കുകയാണ് നല്ലത്. പരിപ്പ് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വറുത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ 2 മണി പരിപ്പ് എടുത്തിട്ട് ഒന്ന് കടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പച്ചപ്പരിപ്പ് കടിക്കുമ്പോൾ പല്ലുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, പക്ഷേ വറുത്ത പരിപ്പ് കടിക്കുമ്പോൾ നമുക്കത് ശരിക്കും കരിമുരാന്ന് ഇങ്ങനെ കടിച്ച് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പരിപ്പ് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുള്ള പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 4 വിസിലടിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 4 വിസിലടിക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് എയറെല്ലാം പോയി വരുമ്പോഴേക്കും പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ 10 കട്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ശർക്കര എടുക്കുമ്പോൾ പായസത്തിന് പാകത്തിലുള്ള മധുരമാണ് ഉണ്ടാവുക. അതല്ല, നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 12 അച്ചൊക്കെ ശർക്കര എടുക്കാവുന്നതാണ്. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 നാളികേരം നന്നായി ചെരുകി മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കറക്കിയെടുത്തിട്ട് 2 കപ്പ് ഒന്നാം പാലും 5 കപ്പ് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8-10 ഏലക്കയുടെ ഉള്ളിലുള്ള കുരു മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പായസത്തിൽ ചെറുതായി പരിപ്പ് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് പരിപ്പ് വേവിച്ചേക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ കടിക്കാൻ കിട്ടാത്ത രീതിയിലുള്ള പായസമാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് ഒന്നും കൂടി നന്നായി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നന്നായി വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പരിപ്പ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ശർക്കര നീരിൽ ഈ പരിപ്പിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നീരും പരിപ്പും കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള 5 കപ്പ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ പാൽ വറ്റി വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒന്നാം പാൽ ഒഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്കിത് വറ്റി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള രണ്ടാം പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളത് വറ്റിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ പായസം ശരിക്കും ഈ രണ്ടാം പാല് ശരിക്കും വറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നാം പാലും കൂടി ഒഴിക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് പോവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നോക്കണം. ഈ സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുപ്പിലുള്ള വിറകൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ആ കനലൊക്കെ ഒന്ന് കുറച്ചൊന്ന് വാരി വയ്ക്കണം. കാരണം ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പോഴാണ് നമുക്ക് പായസത്തിന് ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗ്യാസിലാണ് പായസം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും ചുക്കും ജീരകവും അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് പായസം ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കൺസിസ്റ്റൻസി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ പ്രധാനമായിട്ടുള്ള നാളികേരക്കൊത്തും വറുത്തിടാം. അപ്പോൾ നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം. ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി വറുത്തെടുക്കാം.
അതിനുശേഷം നമുക്ക് പ്രധാനമായിട്ടുള്ളത് പരിപ്പ് പായസത്തിൽ നാളികേരക്കൊത്താണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം. നാളികേരക്കൊത്തും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ നെയ്യ് വറുത്തെടുത്തിട്ടുള്ള നെയ്യും കൂടി പായസത്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പായസത്തിലേക്ക് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും നാളികേരക്കൊത്തും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇതെല്ലാം വറുത്തിട്ടുള്ള നെയ്യും കൂടി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഇരിക്കാം. നമുക്കിനി അടപ്പത്തുനിന്ന് ഉരുളി മാറ്റാം. ഈ ചൂട് തട്ടിയിട്ട് അല്ലെങ്കിൽ പായസം നന്നായി വറ്റി പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ അടിപൊളി നമ്മുടെ സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ പായസത്തിനുള്ളത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. ഈ പായസം ശരിക്കും നമ്മുടെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.